പ്രതിക ഹായ് പറ. എല്ലാവരും കാണുന്നതാ. പറ ഹായ് പറ. ഹായ് പറയില്ലേ? എന്നാ ഇത് കഴിച്ചോ. രാവിലെ എന്താ കഴിച്ചേ? ഇഡ്ലിയാ? കഞ്ഞിയാ? കറി എന്തായിരുന്നു? സ്കൂളിലെ വിശേഷങ്ങൾ പറ. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്തിരി മടിയാട്ടോ. അത് റെഗുലറായിട്ട് ഇടാൻ കുറച്ച് മടിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ ഇട്ടില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു ഹെഡ് ഏക്കും ഫീവറും കാരണം ഞാൻ നല്ലോണം റെസ്റ്റ് എടുത്തു. പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ പോലെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ബട്ട് ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എണീച്ച് കുറച്ച് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ, ട്രൈ ഔട്ട് ന്യൂ റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കടലക്കറിയൊക്കെ വെച്ചു, പിന്നെ പുട്ട്, അതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ എവിടെ നിന്നോ കിട്ടിയതാ, വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നതാട്ടോ. ഇത് മഞ്ചാടിക്കുരുവാണോ കുന്നിക്കുരുവാണോ എന്നറിയില്ല കേട്ടത്, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അഭിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കണ്ടിട്ട് രാത്രി ചെയ്ത് കാരണം ഉറങ്ങിയിട്ട് പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് വെച്ച് ഉറക്കം വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് കൂടി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിലോട്ട് വരാം കേട്ടോ. ഡെയിലി ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്തിരി മടിയാട്ടോ. അത് റെഗുലറായിട്ട് ഇടാൻ കുറച്ച് മടിയാണ്. അപ്പം ഞാൻ എന്തായാലും ഇനി വീണ്ടും മടി കൂടാതെ റീസ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തിലേക്ക് എനിക്കൊരു 3 വിഷ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എഴുതാനാട്ടോ പറഞ്ഞിരിക്കുന്നത്. ആണെന്നതിന് മുമ്പ് ഈ ജേർണലിംഗ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇതിൽ 3 വിഷ് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിൽ ജേർണലിംഗ് കൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ ഗൂഗിളിലോ ChatGPT, യൂട്യൂബിലൊക്കെ അത് ചെയ്യുന്ന, അതിൽ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവരില്ല, അതിൻ്റെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോട്ടോ. പിന്നെ എനിക്കിത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചാൽ, ഇഫ് സംഭവം ഞാനിത് കുറേ കഴിഞ്ഞെടുത്ത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും, ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷസ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പോകേണ്ടത്, അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നും കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാനിവിടെ മാക്സിമം ലേസി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ലേസിനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച്, അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 21 ഡേയ്സിൻ്റെ ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസവും ഇടയിൽ കുറച്ചൊരു ലേസിനെസ് പോയതാണ്, പിന്നെ വീണ്ടും വന്നു, ആ ഒരു മടി വന്ന്, പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് ആക്ച്വലി. ഞാൻ ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി ഒന്ന് തല പൊക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വയ്യ. പിന്നെ നന്നായി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓക്കെ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ക്ലൈമറ്റ് സെറ്റാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം കേട്ടോ. ഇനി പിന്നെ ഞാൻ ജേർണലിങ്ങിൽ അത്ര അങ്ങനെ എസ്തെറ്റിക്കോ പ്രൊഫഷണലോ ഒന്നുമല്ല, കാരണം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അത്ര അറിയില്ല കേട്ടോ. എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് നമ്മൾ കുറേ റെഫർ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ചും കൂടി ബെറ്റർ വേർഷനിലേക്ക് വരും. പിന്നെ ഇന്നത്തെ ദിവസം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ട്. അപ്പം ഞാനിനി റൂം ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. റൂം ക്ലീനിങ് മീൻസ് ജസ്റ്റ് മേക്ക് യുവർ ബെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ചെയ്യാൻ പോകുന്നത്. അതാദ്യം ചെയ്യുക, എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ബെഡൊക്കെ ഒരുവിധം നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടൊന്നും വൃത്തിയില്ല. ഇനി ഈ കുറച്ച് പൂവുണ്ടേ, ഇതെല്ലാം കൂടി ഈ കുട്ടി ബാസ്ക്കറ്റിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ. ബണ്ണൊക്കെ അടിയിൽ പെട്ടതാ. അപ്പോൾ അതേ ഒരു അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ 2 പേരുണ്ട്.
എന്താ ഇയാളെപ്പോഴും എൻ്റെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ടി വി കാണുമായിരുന്നു. അപ്പോൾ പ്രതിക എന്നാട്ടോ ഇയാളുടെ പേര്. ഹായ് പറ, എല്ലാവരോടും ഹായ് പറ, ഹായ് പറ. പറയില്ലേ? ആള് കുറച്ച് ഷൈ ആണ്, പക്ഷെ ശരിക്കും ഷൈ ഒന്നുമല്ല. ഹലോ, യുവാനിക എന്നാട്ടോ പേര്. ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ. ഇതൊരു വലിയ മൊയിലിതാ, കുഞ്ഞു മൊയിലിതാ. ശരി, നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ. സ്കൂളിലൊക്കെ നല്ലതാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡാ. പ്രതിക്കാണെങ്കിൽ LKG. Today we are gonna say about hairstyle. No hairstyle. Yes. No. Yes. No, no, no. I'll bring the comb. No, no. That time you two can talk something. Okay. പ്രതിക ഹായ് പറ, എല്ലാവരും കാണുന്നതാ. പറ ഹായ് പറ. ഹായ് പറയില്ലേ? എന്നാ ഇത് കഴിച്ചോ. രാവിലെ എന്താ കഴിച്ചേ? ഇഡ്ഡലിയാ? കഞ്ഞിയാ? കറി എന്തായിരുന്നു? നമ്മളിത് ഇന്ന് കുട്ടിപ്പട്ടാളംസ് ഒക്കെ വന്നതുകൊണ്ട് ഞാൻ നല്ല ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അവളെന്റെ മുടിയിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. കുഞ്ചു നാട്ടോ അവളെ വീട്ടിൽ വിളിക്കുക. അപ്പൊ അവളെ മുടിയിലൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു. ഞാൻ വേണ്ട പറഞ്ഞതാണ്. ചിത്രപ്പണികളോ അലങ്കാരപ്പണികളൊന്നും വേണ്ട പറഞ്ഞിട്ടാട്ടോ. അപ്പൊ ഇത് അടുത്ത ആള് പ്രതിക ഹായ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഹായ് പറ, പറ. He's so shy. He's very shy. Today, whose hairstyle will I make? Your hairstyle. It's too easy hairstyle. But I will not do that. Okay, now we can start. But this is doing like a cat. Hey! If you like vertical scissors, face means put a purple heart. If you like the hairstyle means put a red heart. Especially really, breakfast with coffee. Now, let's go to the hairstyle. First, we have to comb it very good. So quickly and make it, you even have to make it so curly. Okay. And get a bun instead of something else. Just put it like this. Remember to put the bun very tight. Today will be a cute hairstyle. Then straight up it, the ponytail. A little bit more. Just combing it with the comb. And done. We just have to put the hair right here as curly as we want. And put it just like right here. It will look like a college, but it is not good. Remember to put this excess hair out inside the ear, but not too inside. Right out here at the head base. Then we can put this on something, but remember it has to be so cute. And now the hairstyle is almost done. You have to put it. The pretty should not be. Okay, now open it. She wants to drink the little piece. Now let's get back to the hairstyle. This hair will be not that much curly, means curly a little more with your finger. Then hold it for some seconds and leave it. Then it will be a bit more curly. Then we have to put this hair out like this. You have to pin it. But I'm not pinning. I'll put right here. And the last part, we have to put this on the ponytail as like this at the bun. And it looks like something is eating the hair. It is a great hairstyle as like college. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഹെയർ സ്റ്റൈൽ കുട്ടികളുടെ വക കണ്ടല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാട്ടോ, ഒന്നും വിചാരിക്കില്ലേ. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാ കേട്ടോ. അധികം പ്രൊലോങ് ചെയ്യുന്നില്ല വീഡിയോ. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമൻസും കൂടി താഴെ തരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ. ഓക്കെ. And even like, subscribe and share. Remember to share the video to your friends, subscribe and even like if you like it. Bye. Thank you.